നമ്മുടെ എപ്രിലിയാണ്. അപ്പോൾ ഞാൻ എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ വണ്ടിയിൽ എങ്ങനെ കറക്റ്റായിട്ട് എപ്രിലിയ എന്നല്ല, എല്ലാ വണ്ടിയിലും കറക്റ്റായിട്ട് എങ്ങനെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മുടെ എപ്രിലിയ വരുന്നത് ഡിപ്സ്റ്റിക്കാണ്. ഡിപ്സ്റ്റിക്ക് വഴിയാണ് നമുക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനത്തെ വണ്ടിയിൽ എങ്ങനെ ചെക്ക് ചെയ്യുക വെച്ചാൽ ഈ മേലത്തെ വരാണ്ടോ, ഇതാണ് ഏറ്റവും ലോ. അതേപോലെ തന്നെ ഈ അടിയത്തെ വരെയാണ് ഏറ്റവും ഹൈ. അപ്പോൾ ഇതിൻ്റെ മീഡിയം ലെവലിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ നിൽക്കണം. ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ എന്ന് പറയുമ്പോൾ 800 ml ആണ് കപ്പാസിറ്റി വരണം. അപ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ടാവും, കൂടിപ്പോയാൽ എന്തുണ്ടാവും, കുറഞ്ഞു പോയാൽ എന്തുണ്ടാവും. കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഏകദേശം ഒരേ ലെവലിൽ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതായത് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും വണ്ടിയുടെ പ്രഷർ നന്നായിട്ട് കൂടും. അതായത് എൻജിൻ നന്നായിട്ട് ചൂടാവാനും കാര്യങ്ങളൊക്കെ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ കൂടിക്കഴിഞ്ഞാൽ ഓവർഫ്ലോ ഉണ്ടാവുക ഏതോ കൂടെ എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പേ പിന്നെ എൻജിൻ, അതായത് കുറഞ്ഞാലും കൂടിയാലും എൻജിൻ സീസ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി കൂടിക്കഴിഞ്ഞാൽ ഏത് കൂടെയാണ് എൻജിൻ ഫ്ലോ ആയി പോവുക, പുറത്തേക്ക് പോവുകയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഇത് കൂടെയാണ് എൻജിൻ ഓയിൽ ഓവർഫ്ലോ ആയിട്ട് പോവുക. അപ്പോൾ അങ്ങനത്തെ വരുന്ന എൻജിൻ ഓയിൽ തടയാൻ വേണ്ടിയിട്ടാണ് ഈ 2 ക്യാപ്പ് സ്കൂട്ടേഴ്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗൈസ്.